പുറംകടലിൽ തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ വാൻഹായിലേത് എന്ന് കരുതുന്ന വസ്തുക്കൾ തീരത്തെ കടിഞ്ഞു തുടങ്ങി. ആലപ്പുഴയിൽ വാതകം നിറയ്ക്കുന്ന ടാങ്കറും സേഫ്റ്റി ബോട്ടും കരയിലെത്തി. എറണാകുളം ചെല്ലാനത്ത് തീരത്തടിഞ്ഞ വീപ്പ വാൻഹായ് കപ്പലിലേതല്ല എന്ന് സ്ഥിരീകരിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് വാൻഹായ് കപ്പലിലേതെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കരയിലേക്ക് എത്തിത്തുടങ്ങിയത്. ആലപ്പുഴ വളഞ്ഞ വഴിയിൽ ടാങ്കർ കരയിലടിഞ്ഞു. വാതകം നിറയ്ക്കുന്ന ടാങ്കർ എന്ന് സ്ഥിരീകരിച്ചതോടെ തീരത്ത് ആശങ്ക. എന്നാൽ ടാങ്കർ കാലിയെന്ന് കമ്പനി അധികൃതർ അറിയിച്ചതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ഇത് MD ആണെന്നാണ് അവരുടെ ഒരു കണക്കൂട്ടൽ. അപ്പം നമ്മൾ ഈ സൗണ്ട് കേട്ടിട്ട് ആ രീതിക്കാണ് തോന്നുന്നത് MD ആണ്. അപ്പം MD ആണെങ്കിലും ഇത് നിറയാണെങ്കിൽ തന്നെയും നമുക്ക് ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് എക്സ്പേർട്ട് ടീം, അതിന് എക്സ്പേർട്ട് ടീം സാൽവേജിന്റെ ടീമുണ്ട്. അപ്പോൾ അവർ തന്നെ വന്ന് ഇത് കൈകാര്യം ചെയ്യണം നമ്മൾ പറയുന്നത്. ആലപ്പുഴ പറവൂർ തീരത്ത് വാൻഹായ് കപ്പലിലെ സേഫ്റ്റി ബോട്ടും കണ്ടെത്തി. വരും ദിവസങ്ങളിലും ആലപ്പുഴ, എറണാകുളം, കൊല്ലം തീരങ്ങളിൽ കപ്പലിലെ വസ്തുക്കൾ എത്തിയേക്കുമെന്ന് കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ആലപ്പുഴ. കാസർഗോഡ് കുമ്പള കോയിപ്പാടിയിൽ കരയ്ക്കടിഞ്ഞ ബാരൽ ഗുജറാത്ത് ആസ്ഥാനമായ മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിന് കൈമാറും. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇൻസ്പെക്ടറും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പരിശോധന നടത്തിയ ശേഷമാണ് ബാരൽ കൈമാറുക. HNO3 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ബാരലിൽ നൈട്രിക് ആസിഡ് തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വിദഗ്ധ സംഘത്തിന്റെ പരിശോധനാ ഫലം വന്ന ശേഷമേ ഇതിലൊരു വ്യക്തതയുണ്ടാകൂ. കേരള തീരത്തിനടുത്ത് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട 2 കപ്പലുകളിൽ നിന്ന് വീണ ബാരലല്ല ഇത് എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു.